4 സൈഡുള്ള ഏതൊരു എൻക്ലോസ്ഡ് ഫിഗറിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കാം. ഇനി ഈ ക്വാഡ്രിലാറ്ററലിന് പല പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ സൈഡുകൾ സെയിം ആകാം, ഇനി ആംഗിളുകൾ ഈക്വൽ ആകാം, അതുപോലെ ഡയഗണൽസ് ഈക്വൽ ആകാം. അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഒരു ക്വാഡ്രിലാറ്ററലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന ക്ലാസ് 8ലെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. മൈ നെയിം ഇസ് അബ്ദുൽ ഹദ് ആൻഡ് വെൽക്കം ടു മനോരമ ഹൊറൈസൺസ് ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സെഷൻ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാം എന്താണ് കോൺവെക്സും കോൺകേവ് പോളിഗൺ എന്നുള്ളത്. ഈ രണ്ട് കാര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോൺകേവ് പോളിഗണും കോൺവെക്സ് പോളിഗണും. സോ കോൺകേവ് ആൻഡ് കോൺവെക്സ് പോളിഗൺ വരയ്ക്കാൻ പറഞ്ഞാൽ ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരയ്ക്കാം. ഇഫ് ഐ ഡ്രോ എ പോളിഗൺ ലൈക്ക് ദിസ്, ഓക്കെ, ഒരു പോളിഗൺ ഞാൻ ഇങ്ങനെ വരച്ചു, വേറൊരു പോളിഗൺ ഞാൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ രണ്ട് പോളിഗണിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരെണ്ണത്തിൽ രണ്ട് സൈഡുകൾ അകത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ രണ്ട് സൈഡുകൾ എന്താണ്? പുറത്തോട്ടാണ്, അല്ലേ? So that means the two polygons are having a different shape. ഇനി അകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ, ഇൻസൈഡ് പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ കോൺകേവ് പോളിഗൺ എന്നും, എന്താ വിളിക്കുന്നത്? കോൺകേവ് പോളിഗൺ എന്നും. ഇനി എല്ലാ സൈഡ്സുകളും ഔട്ട്സൈഡിലോട്ടാണ്, പുറത്തോട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ കോൺവെക്സ് പോളിഗൺ എന്നും നമുക്ക് വിളിക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം. കോൺകേവ് പോളിഗൺ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ആംഗിൾ എന്തായിരിക്കും? മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായിരിക്കും? മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഒരു ആംഗിൾ വരുമ്പോൾ അതൊരിക്കലും കോൺവെക്സ് ആയിരിക്കത്തില്ല, അതെന്തായിരിക്കും? ഒരു കോൺകേവ് പോളിഗൺ ആയിരിക്കും. ഇനി കോൺവെക്സ് പോളിഗണിൻ്റെ കാര്യത്തിലോ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ലെസ് ദാൻ 180 ആയിരിക്കും. എല്ലാ ആംഗിൾസും ലെസ് ദാൻ 180. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. കോൺകേവ് പോളിഗണിൽ ഏതെങ്കിലും രണ്ട് സൈഡുകൾ അകത്തോട്ടായിരിക്കും പ്രൊജക്ഷൻ. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ആംഗിൾ എന്തായിരിക്കും? മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. കോൺവെക്സിൻ്റെ കേസിൽ അത് എന്തായിരിക്കും? എല്ലാ ആംഗിൾസും ലെസ് ദാൻ 180 ഡിഗ്രി തന്നെയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം, വാട്ട് ഈസ് എ റെഗുലർ ആൻഡ് ഇറഗുലർ പോളിഗൺ. റെഗുലറും ഇറഗുലർ പോളിഗൺ എന്താണ്? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പോളിഗൺ ഞാൻ വരച്ചു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പോളിഗൺ എന്തായിരിക്കാം? സോ ഇത് എത്ര സൈഡാണ്? ദർ ആർ 5 സൈഡ്സ്. ഈ 5 സൈഡഡ് പോളിഗൺ, അതായത് പെൻറ്റഗൺ എന്ന് ഞാൻ വിളിക്കാം. ഇപ്പോൾ ABDCE. അപ്പോൾ ഇങ്ങനെ ഒരു പെൻറ്റഗൺ ഞാൻ ഇവിടെ വരച്ചിട്ട് ഈ പെൻറ്റഗണിലെ എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്ന് വെക്കുക. ഓൾ ദ സൈഡ്സ് ഓഫ് ദ പെൻറ്റഗൺ ആർ ഈക്വൽ. AB is equal to BC is equal to BC അല്ല, BD is equal to DC is equal to CE is equal to EA. അങ്ങനെ 5 സൈഡും ഈക്വൽ ആണെന്ന് വെക്കുക. 5 സൈഡും ഈക്വൽ ആണ്, അതുപോലെ 5 ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പോളിഗൺ എന്ന് വിളിക്കുന്നു? റെഗുലർ പോളിഗൺ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കാം? റെഗുലർ പോളിഗൺ എന്ന് വിളിക്കുക. അപ്പോൾ റെഗുലർ പോളിഗൺ ആവണമെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഏറ്റവും ചെറിയ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. ആൻഡ് ആ ട്രയാങ്കിൾ റെഗുലർ പോളിഗൺ നമുക്ക് എന്ത് പേരിലും വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്ത് ട്രയാങ്കിൾ എന്ന് വിളിക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, കാരണം ഇത് 3 സൈഡുള്ള ട്രയാങ്കിളിൽ വരുന്ന പോളിഗൺ ആണ്, അല്ലേ? റെഗുലർ പോളിഗൺ ആണ്. അതുകൊണ്ട് 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നും. ഇനി ക്വാഡ്രിലാറ്ററലിൻ്റെ കേസിൽ നമ്മൾ എന്തെന്നാ റെഗുലർ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ആരാണ്? 4 സൈഡും ഈക്വൽ ആവണമെങ്കിൽ അവിടുത്തെ റെഗുലർ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ദെൻ ഇറ്റ് ഷുഡ് ബി എ സ്ക്വയർ, അല്ലേ? എന്തായിരിക്കണം? എല്ലാ സൈഡും ഈക്വലും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണമെങ്കിൽ ABCD ഇവിടെ എന്തായിരിക്കണം? ABCD ഒരു സ്ക്വയർ ആയിരിക്കണം. ABCD ഷുഡ് ബി എ സ്ക്വയർ. സോ വെരി ഇമ്പോർട്ടൻറ്റ് ദീസ് തിങ്സ്. അപ്പോൾ റെഗുലർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇറഗുലർ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആംഗിൾസും സൈഡ്സും എന്താവുന്നില്ല? ഈക്വൽ ആവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം 4 സൈഡ് ഉണ്ടെങ്കിൽ 3 ഈക്വൽ ആയിട്ട് 1 അൺഈക്വൽ ആണെങ്കിൽ പോലും അതെന്തല്ല? റെഗുലർ അല്ല. അതിനെന്തെന്ന് വിളിക്കാം? ഇറഗുലർ പോളിഗൺ എന്ന് നമുക്ക് പേര് പറയാം. ഓക്കെ, സോ റെഗുലർ ആണ് നമുക്ക് ഇവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. റെഗുലറിൽ എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇനി ഈ റെഗുലർ പോളിഗണിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. അപ്പോൾ വാട്ട് ഈസ് എ റെഗുലർ പോളിഗൺ? അത് നിങ്ങൾക്കറിയാം, ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ അത് റെഗുലർ പോളിഗൺ ആണ്. 3 സൈഡുള്ള റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിന് എന്ത് പേരെന്ന് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്തെന്ന് വിളിക്കാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 4 സൈഡുള്ളതിൻ്റെ റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? സ്ക്വയർ എന്ന് വിളിക്കാം. ഇനി 6 സൈഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഗുലർ ആണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ഹെക്സഗൺ എന്ന് വിളിക്കണം. പിന്നീട് ഓൾ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വാട്ട്? എ റെഗുലർ ഹെക്സഗൺ. എന്തെന്ന് വിളിക്കണം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സ്ക്വയറും ഇക്വിലാറ്ററലും നമ്മൾ നേരത്തെ നോക്കി. ഇനി റെഗുലർ ഹെക്സഗൺ വരുമ്പോൾ എത്ര സൈഡ്? 6 സൈഡ്. അപ്പോൾ 6 സൈഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ 6 സൈഡ് ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ആൻഡ് ഓൾ ദീസ് 6 സൈഡ്സ് ആർ ഈക്വൽ, അല്ലേ? ഈ 6 സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ 6 സൈഡും ഈക്വൽ ആണെങ്കിൽ അതൊരു റെഗുലർ ഹെക്സഗൺ ആയി മാറും.
ഇനി 7 സൈഡും ഈക്വൽ ആണെങ്കിൽ അത് റെഗുലർ ഹെപ്റ്റഗണും, 8 ആണെങ്കിൽ റെഗുലർ ഒക്ടഗണും, അങ്ങനെ 5 ആണെങ്കിൽ റെഗുലർ പെൻറ്റഗണം. അപ്പോൾ അവിടെ എല്ലാം റെഗുലർ എന്ന് പറയുന്ന ആ വാക്ക് ഫ്രണ്ടിൽ ഇട്ടാൽ മാത്രം മതി, എന്തായിക്കോളും, ആ പേര് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, സം ഓഫ് മെഷേഴ്സ് ഓഫ് എൻ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്? ഒരു ട്രയാങ്കിൾ എടുക്കുക. ഈ ഒരു ട്രയാങ്കിളിൽ ഇതെല്ലാം ഇൻറ്റീരിയർ ആംഗിൾസ് ആണല്ലോ. അതെ, ഞാൻ ഈ ലൈൻ ഇങ്ങോട്ട് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ വരുന്ന ആംഗിൾ എന്താണ്? അതൊരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇനി ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ആംഗിൾ എന്താണ്? വേറൊരു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ സൈഡിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ എന്താണ്? ഇത് വേറൊരു എക്സ്റ്റീരിയർ ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ 3 കോർണർ പോയിന്റ്സ് ഞാൻ എഴുതി, ABC. ഈ ABC-ക്ക് ഇൻറ്റീരിയർ ആംഗിളും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആംഗിൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ ആംഗിളിന് ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6 എന്ന് കൊടുത്തു. നമുക്കറിയാം ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എപ്പോഴും എന്താ, ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾസ് എല്ലാം ആഡ് ചെയ്താൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ 1ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? ആംഗിൾ 1ഉം 4ഉം കൂട്ടിയാൽ നമുക്കറിയാം 180 ഡിഗ്രിയാണ്. റീസൺ എന്താണ്? ഒരു ലൈനിൽ തന്നെ ഇരിക്കുന്ന 2 ആംഗിൾ അല്ലേ ആംഗിൾ 1ഉം 4ഉം? അതെ, ലീനിയർ പെയർ. അപ്പോൾ ആംഗിൾ 1 + 4 180. അതുപോലെ ആംഗിൾ 3 + ആംഗിൾ 5 എന്താണ്? ആംഗിൾ 3 + ആംഗിൾ 5 അതും 180 ആണ്. ഇനി ആംഗിൾ 2 + ആംഗിൾ 6ഉം അത് എത്രയാണ്? ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ബി 180 ഡിഗ്രി. Now if I add all these, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായി മാറും? ആംഗിൾ 1 + ആംഗിൾ 2 + ആംഗിൾ 3 + ആംഗിൾ 4 + ആംഗിൾ 5 + ആംഗിൾ 6. റൈറ്റ് സൈഡ് എന്താണ്? 180 + 180 + 180 എത്രയാണ്? 540. എൻ്റെ കയ്യിൽ ആംഗിൾ 1 + ആംഗിൾ 2 + ആംഗിൾ 3 180 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 180 + ആംഗിൾ 4 + ആംഗിൾ 5 + ആംഗിൾ 6 എന്താണ്? 540 ആണ്. സോ അവിടെ നിന്ന് ആംഗിൾ 4 + ആംഗിൾ 5 + ആംഗിൾ 6 എത്രയാണ്? 540 - 180 എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 360 ഡിഗ്രി. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സം എത്രയാണെന്ന് കിട്ടി? 360 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് നമുക്ക് ഒരെണ്ണം കിട്ടി. ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ഇത് കിട്ടി 360 ആണെന്ന്. ഇനി ഈ ട്രയാങ്കിൾ പോലെ ഞാനിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചാലും അവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ഞാൻ ഓരോന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും ആഡ് ചെയ്താൽ എന്ത് തന്നെ വരും? അവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മം എന്ത് തന്നെയാണ്? 360. അത് ഇതേപോലെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിക്കോട്ടെ, ഒരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, ഒരു പെൻറ്റഗൺ ആയിക്കോട്ടെ, ഹെക്സഗൺ എന്താണ്, ഹെപ്റ്റഗണോ ഒക്ടഗണോ നോനഗണോ ഡെക്കഗണോ എന്തായിക്കോട്ടെ, എത്ര സൈഡുള്ള പോളിഗൺ ആയാലും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഓക്കെ, സോ ഇതിൽ ഓർത്ത് വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെഷേഴ്സ് ഓഫ് എൻ എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി തന്നെയാണ്. ഇനി റെഗുലർ പോളിഗൺ ഒരു പ്രത്യേകതയുണ്ട്. റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഇപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ്, ഇപ്പോൾ ഇവിടെ 1, 2, 3 3 സൈഡ് ഉണ്ടെങ്കിൽ ഓരോ എക്സ്റ്റീരിയർ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? 360 അല്ലേ ടോട്ടൽ ആംഗിൾ? യെസ്. സോ 360 ആണ് ടോട്ടൽ ആംഗിൾ എങ്കിൽ ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ സൈഡിൻ്റെ എണ്ണം എടുത്താൽ മതി. ഇവിടെ 3 ആണ്. സോ 360/3 എത്രയാണ്? 120. അപ്പോൾ ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ, അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾ എത്രയാണ്? 180ൽ നിന്ന് ആ 120 കുറച്ച് കഴിഞ്ഞാൽ 60 ഡിഗ്രി എന്ന് കിട്ടും. സോ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കണ്ടുപിടിക്കാൻ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഒരെണ്ണം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. എക്സ്റ്റീരിയർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ n. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് ആണ്. ഇത് തിരിച്ചും യൂസ് ചെയ്യാം. നമ്പർ ഓഫ് സൈഡ് കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം. എങ്ങനെയാണ്? 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ വെച്ച് ഡിവൈഡ് ചെയ്താലും നമുക്ക് നമ്പർ ഓഫ് സൈഡ് കിട്ടും കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ചോദ്യം ഇതാണ്, ഹൗ മെനി സൈഡ്സ് ഡസ് എ റെഗുലർ പോളിഗൺ ഹാവ് ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ആംഗിൾ ഇസ് 165? ഇൻറ്റീരിയർ ആംഗിൾ തന്നിരിക്കുന്നത്. എനിക്ക് കണ്ടുപിടിക്കേണ്ട ചോദ്യം ഇതാണ്, എത്ര സൈഡ് ഉണ്ടെന്ന്. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ എന്താണ് തന്നിരിക്കുന്നത്? ഇൻറ്റീരിയർ ആംഗിൾ ഈസ് 165. ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലീനിയർ പെയറിലായിരിക്കും എപ്പോഴും. 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ 180 - 165 അഥവാ 15 ഡിഗ്രി എത്ര കിട്ടും? 15 ഡിഗ്രി. അതാണ് എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ കയ്യിലുണ്ടെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമ്മൾ നേരത്തെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 360 ഡിവൈഡഡ് ബൈ n ചെയ്തു അല്ലേ? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ. 360 ഡിവൈഡഡ് ബൈ എക്സ്റ്റീരിയർ ആംഗിൾ, ദാറ്റ് ഇസ് 360 ഡിവൈഡഡ് ബൈ 15 എത്ര കിട്ടും? 360 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോഴത്തേക്കും 2, 4 എത്ര? 24. സോ ഇവിടെ ഈ പോളിഗണിൽ എത്ര സൈഡ്സ് കാണും?
24 സൈഡ്സ് കാണും. എത്ര സൈഡ്സ് കാണും ഇവിടെ? 24 സൈഡ്സ്. ഇത് വരച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. 24 സൈഡ്സ് വരച്ച് കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. സോ ഈ ഒരു ഫോർമുല വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അത് മാറ്റി തിരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്പർ ഓഫ് സൈഡ്സ് ഇങ്ങോട്ടും, ഇത് ഒരു റിവേഴ്സിബിൾ ഇക്വേഷൻ ആണ്. സോ യു ക്യാൻ ചേഞ്ച് ദാറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ആസ്ക്ഡ്. ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ഇതിൻ്റെ എക്സാക്ട് ആൻസർ കിട്ടും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ട്രപ്പീസിയം, അതുപോലെ കൈറ്റ്, പിന്നീട് പാരലോഗ്രാംസ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസിൽ ടൈപ്പായിട്ട് നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് നോക്കാം ട്രപ്പീസിയം എന്താണ് എന്നുള്ളത് നോക്കാം. സോ ട്രപ്പീസിയം ആസ് യു നോ എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. ആ ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ക്വാഡ്രിലാറ്ററിലെ 4 സൈഡിൽ, ഇപ്പം ഞാനിവിടെ എ ബി സി ഡി, ഈ 4 സൈഡുള്ള ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഇതിലെ പ്രത്യേകത, ട്രപ്പീസിയം ആവണമെങ്കിലുള്ള മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെയർ, അതായത് എ ബിയും സി ഡിയും അല്ലെങ്കിൽ എ ഡിയും ബി സിയും, ഏതെങ്കിലും ഒരു പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നു എ ബി എന്തിന് പാരലലാണ്? സി ഡിക്ക് പാരലലാണ്. സോ ഇഫ് എ ബി ഈസ് പാരലൽ ടു സി ഡി, ഇഫ് എ ബി ഈസ് പാരലൽ ടു സി ഡി, അങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പെയർ പാരലൽ ആണ് എങ്കിൽ then we can call it as a trapezium. അതിനെന്തെന്ന് വിളിക്കാം? ട്രപ്പീസിയം എന്ന് വിളിക്കാം. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാം. അത് ഇനി എങ്ങനെ എഴുതണം? വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് എ ട്രപ്പീസിയം ഇസ് എ ക്വാഡ്രിലാറ്ററൽ വെയർ വൺ പെയർ ഓഫ് സൈഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ. ഇനി അതിലെ പ്രത്യേകത എന്താണ്? ഇതിൽ അഡ്ജസൻറ്റ് സൈഡ്സ് എപ്പോഴും സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 ആയിരിക്കും. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സിയും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം സിമ്പിളാണ്, ഇത് രണ്ട് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് അതിനിടയ്ക്ക് വരുന്ന ആംഗിൾസ്, അഡ്ജസൻറ്റ് ആംഗിൾസ് എപ്പോഴും 180 ഡിഗ്രി തരുന്ന ആംഗിൾസ് ആയിരിക്കും. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ട്രപ്പീസിയത്തിനകത്ത് ഈ 2 സൈഡും ഈക്വൽ ആണെന്ന് വെക്കുക. അതായത് എ ഡി എന്തിന് ഈക്വൽ ആണെന്ന് വെക്കുക? ബി സിക്ക് ഈക്വൽ ആണെന്ന് വെക്കുക. ഇഫ് എ ഡി ഇസ് ഈക്വൽ ടു ബി സി, ദെൻ എ ബി സി ഡി എന്ന് പറയുന്ന വെറും ഒരു ട്രപ്പീസിയം അല്ല. എ ബി സി ഡി ഇസ് ഗോയിങ് ടു ബി കോൾഡ് ആസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. എന്തെന്ന് വിളിക്കാം? എ ബി സി ഡിയെ നമുക്കൊരു ഐസോസിലസ് ട്രപ്പീസിയം എന്ന് വിളിക്കാം. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കത്തില്ല, 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ. അതുപോലെ തന്നെ ഒരു ട്രപ്പീസിയത്തിനകത്ത് 2 സൈഡ് നോൺ പാരലൽ സൈഡ്, അത് ക്ലിയർ ആയിട്ട് എടുത്തു പറയണം. എന്താണ് ഇത്? നോൺ പാരലൽ ആണ്. നോൺ പാരലൽ ആയിട്ടിരിക്കുന്ന 2 സൈഡ്, പാരലൽ അല്ലാത്ത പെയർ, അവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ ആ ഒരു ട്രപ്പീസിയത്തിനെ എന്ത് പേരിൽ വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? ഐസോസിലസ് ട്രപ്പീസിയം. ക്ലിയർ? അടുത്ത് പറയുന്ന കാര്യം ഇതാണ്, കൈറ്റ്. എന്താണ് കൈറ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വാഡ്രിലാറ്ററലാണ് കൈറ്റ്. നിങ്ങൾ ആ ഷേപ്പ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഷേപ്പ് അറിയായിരിക്കും അല്ലേ? അപ്പോൾ എപ്പോഴും കൈറ്റ് ഇരിക്കുന്ന ഈ ഒരു ഷേപ്പിലാണ്. താഴ്ഭാഗം കുറച്ച് നീളം കൂടുതലും മുകൾ ഭാഗത്തിൽ നീളം കുറവും അല്ലേ? പല ഷേപ്പിലുണ്ടാക്കാം. ദിസ് ഈസ് വൺ കോമൺ ഷേപ്പ് ദാറ്റ് വി സി. ഇതിൻ്റെ പേര് ഞാൻ കൊടുത്താൽ എ ബി സി ഡി. ഇതിലെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ്സ് എ ബിയും എ ഡിയും ഈക്വൽ ആയിരിക്കും. താഴെ ബി സിയും സി ഡിയും ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. സോ എന്താണ് ഇവിടെ ഈക്വൽ? എ ബി ഇസ് ഈക്വൽ ടു എ ഡി ആൻഡ് രണ്ടാമത് വരുന്നത് ബി സി ഇസ് ഈക്വൽ ടു ഡി സി. അപ്പോൾ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. എന്നാൽ മാത്രമേ അതിനെ കൈറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇനി കൈറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് ഞാൻ ജോയിൻ ചെയ്തു. ഇഫ് ഐ ജോയിൻ ദ ഡയഗണൽസ് ബി ഡി ആൻഡ് എ സി, ഈ ഡയഗണൽസ് എന്തായിരിക്കും മീറ്റ് ചെയ്യുന്നത്? 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ ഡയഗണൽസ് ബൈസെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, മീറ്റ് അറ്റ് വാട്ട് ആംഗിൾ? 90 ഡിഗ്രി. ഡയഗണൽസ് മീറ്റ് അറ്റ് 90 ഡിഗ്രി. ഇനി ഇവിടെ ഒരു ഒ എന്ന് പറയുന്നൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്താൽ, സാധാരണഗതിയിൽ ഇപ്പോൾ പാരലോഗ്രത്തിൽ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നിടത്ത് നിങ്ങൾ അതെന്തായാലും നിങ്ങൾ നോക്കും, അവിടെ അറിയാം, അവിടെ ഡയഗണൽസ് ബൈസെക്റ്റ് ചെയ്യും. അതായത് 2 ഡയഗണൽസും ഈക്വൽ ആയിട്ട് മുകളിലും താഴെയും മാറും. പക്ഷേ ഇവിടെ ഡയഗണലിൽ ഇതും ഈക്വൽ ആവത്തില്ല. കാരണം ഇവിടെ താഴോട്ട് നീളം കൂടുതലാണ്. ഏത് ഈക്വൽ ആകും? ഈ ബി ഒയും ഒ ഡിയും ഈക്വൽ ആകും. അപ്പോൾ ബി ഒയും ഒ ഡിയും എന്താകാം? ഈക്വൽ ആകാം. ഒരു ഡയഗണലിനെ ബൈസെക്റ്റ് ചെയ്യാം, പക്ഷേ 2 ഡയഗണലും ഒരേപോലെ ബൈസെക്റ്റ് ആവത്തില്ല. കാരണം ഇതൊരു കൈറ്റാണ്, ഒരു ഭാഗത്ത് നീളം കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈക്വൽ. പക്ഷേ ഒരു പെയർ ഈക്വൽ ആകാം. ക്ലിയർ? സോ ദാറ്റ് ഈസ് അബൌട്ട് കൈറ്റ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, പാരലലോഗ്രാം. പാരലലോഗ്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ക്വാഡ്രിലാറ്ററലിലെ എന്താണ് ഓപ്പോസിറ്റ് പെയർസ് പാരലൽ ആണെങ്കിൽ, ഓപ്പോസിറ്റ് ലൈൻസ് പാരലൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ബി സി ഡിക്ക് പാരലാണ്, ബി സി എന്തിന് പാരലാണ്? എ ഡിക്ക് പാരലൽ ആണെങ്കിൽ, അപ്പോൾ എ ബി പാരലൽ ടു സി ഡി ആൻഡ് AB parallel to CD and
എ ഡി പാരലൽ ടു ബി സി. അപ്പോൾ ഈ രണ്ട് പെയറും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആണ് എങ്കിൽ ദെൻ വി ക്യാൻ കോൾ എ ബി സി ഡി ആസ് വാട്ട്? എ ബി സി ഡി ഈസ് എ പാരലലോഗ്രാം. എന്തെന്ന് വിളിക്കാം? ഒരു പാരലലോഗ്രാം എന്ന് വിളിക്കാം. ഇനി ഇങ്ങനെ പാരലലോഗ്രാം എന്ന് വിളിക്കുന്നതിൽ പാരലൽസ് മാത്രമല്ല, അവിടെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആകാം. എന്താകാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. കാരണം ഇവിടെ നമുക്ക് എ ബി എന്തിന് ഈക്വൽ ആയിരിക്കും? സി ഡിക്ക് ഈക്വൽ ആയിരിക്കും. എ ഡി എന്തിന് ഈക്വൽ ആയിരിക്കും? ബി സിക്ക് ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് സൈഡും ഈക്വലും ആയിരിക്കും. ക്ലിയർ? അതാണ് അടുത്ത പ്രോപ്പർട്ടി. അടുത്ത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവുന്നതിൻ്റെ കൂടെ എന്തും ഈക്വൽ ആകാം? ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആകാം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഗോയിങ് ടു ബി ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാ? ഇത് ഇതിന് ഈക്വൽ, പിന്നീട് ഇത് ഇതിന് ഈക്വൽ. ഓക്കെ, സോ അതും ഓർത്ത് വെച്ചേക്കുക. അപ്പം ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ഡിക്കും. ആംഗിൾ എ എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ സിക്കും ഈക്വൽ ആകും. ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആകാം, ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആകാം. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയഗണൽസ്. ഒരു പാരലോഗ്രത്തിന്റെ ഡയഗണൽസ് എന്താണ്? ബൈസെക്ട് ചെയ്യും. 90 ഡിഗ്രി ആയിട്ട് ബൈസെക്ട് ചെയ്തില്ല, പക്ഷേ ബൈസെക്ട് ചെയ്യും. സോ അവിടെ എഴുതാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അതായത് ഈ ഓയിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒ എ എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ സിക്ക് ഈക്വൽ ആയിരിക്കും. ഒ എ വിൽ ബി ഈക്വൽ ടു ഒ സി. ഒ ബി എന്തിന് ഈക്വൽ ആയിരിക്കും? ഒ ഡിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒ എ വിൽ ബി ഈക്വൽ ടു ഒ സി ആൻഡ് ഒ ബി വിൽ ബി ഈക്വൽ ടു ഒ ഡി. ക്ലിയർ? ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട് നമ്മുടെ കയ്യിൽ. എന്താണ്? ഇഫ് ദ മെഷേഴ്സ് ഓഫ് ടു അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഇൻ ദ റേഷ്യോ 3:2. ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ദി ആംഗിൾസ് ഓഫ് ദ പാരലോ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ഈച്ച് ഓഫ് ദി ആംഗിൾസ് ഓഫ് ദ പാരലലോഗ്രാം. അപ്പോൾ ഞാനിവിടെ ഒരു പാരലോഗ്രത്തിൻ്റെ ഷേപ്പ് ഞാനിവിടെ വരച്ചു. അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് ആംഗിൾസ് ഞാൻ ഇത് രണ്ടും എടുക്കുന്നു. റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അപ്പോൾ ഞാൻ ഇതിന് റേഷ്യോ തന്നിട്ടുള്ളതുകൊണ്ട് ഇതിനെ 3x എന്നും ഇതിനെ എന്തെന്ന് എടുക്കുന്നു? 2x എന്നും എടുക്കുന്നു. അപ്പോൾ എ ബി സി ഡി. ഇനി നമുക്കറിയാം ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം എപ്പോഴും എത്ര ആയിരിക്കും? അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ്, അതിൻ്റെ സം എപ്പോഴും 180 ആണ്. ഇവിടുത്തെ രണ്ട് അഡ്ജസൻറ്റ് ആംഗിൾസ് ആണ് 3x ഉം 2x. സോ നമുക്ക് എഴുതാം 3x + 2x എന്തിന് ഈക്വൽ ആകാൻ പോവുകയാണ്? 180 ഈക്വൽ ആകാൻ പോവുകയാണ്. അഥവാ 5x ആണ് 180ക്ക് ഈക്വൽ. ഓർ എക്സ് എന്ന് പറയുന്നത് 180/5 എത്ര കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് 36 ഡിഗ്രി. അപ്പോൾ എക്സ് 36 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എല്ലാ ആംഗിൾസിൻ്റെയും മെഷർമെൻ്റ് ആണ്. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് 3x ആണല്ലോ. അപ്പോൾ എന്താണ്? 3 × 36 എത്ര കിട്ടും? 108 ഡിഗ്രി. ആംഗിൾ ഡി എന്ന് പറയുന്നത് 2x ആണ്. അഥവാ 2 × 36 72 ഡിഗ്രി. ഇനി ഡിക്ക് ഓപ്പോസിറ്റ് ആണ് ബി. അപ്പോൾ അതും ഈക്വൽ അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു ആംഗിൾ ബി. അപ്പോൾ എത്രയാ? 72. എക്ക് ഓപ്പോസിറ്റ് അല്ലേ സി? അതെ. അപ്പോൾ ആംഗിൾ സി എത്രയാ? 108 അഥവാ എക്ക് ഈക്വൽ. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ എല്ലാ ആംഗിൾസും, അതായത് ഈ ഒരു പാരലലോഗ്രത്തിനകത്ത് വരുന്ന 4 ആംഗിൾസും നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക ഈ ഒരു കാര്യം. സമ്മ്, അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സമ്മ്, ഈ പറയുന്ന അഡ്ജസൻറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം ഇതാണ്. ദ അഡ്ജസൻറ്റ് ഫിഗർ ഹോപ്പ് ഈസ് എ പാരലലോഗ്രാം. ഫൈൻഡ് ദ ആംഗിൾ മെഷേഴ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ് ആൻഡ് സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടീസ് വി യൂസ്. അപ്പോൾ എക്സ്, വൈ, ഇസഡും കണ്ടുപിടിക്കണം. ഇപ്പോൾ നോക്കിയേ, എക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇത് 70 ആണെങ്കിൽ, ഇഫ് ദിസ് ആംഗിൾ ഈസ് ഹിയർ 70, ക്യാൻ വി ഫൈൻഡ് ദ ഇൻറ്റീരിയർ ആംഗിൾ? ഈ ആംഗിൾ എത്രയാണ്? 180 - 70 ആണല്ലോ. അതെ. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ നമുക്ക് എത്രയാണ് എഴുതാം? വി ക്യാൻ റൈറ്റ് ദ ഇൻറ്റീരിയർ angle will be equal to 180 - 70, that is going to be 110 degree. ഇനി ഈ 110 ഡിഗ്രി ആണ് ഇവിടുത്തെ വാല്യൂ എങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? നമുക്കറിയാം ഒരു പാരലോഗ്രത്തിനകത്ത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 110 ഡിഗ്രി ആണെന്ന് എഴുതിക്കൂടെ? റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ ദാറ്റ് ഇസ് ഹൗ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഇനി നമുക്ക് അടുത്തത് ഇവിടെ കയ്യിലുണ്ട്. എന്താണ്? ഈ പറയുന്ന ഇവിടെ 40 ഉണ്ട്, ഇവിടെ ഇസഡ് ഉണ്ട് അല്ലേ? അപ്പോൾ 40 ഇസഡ് വെച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് എക്സ് 110 ഡിഗ്രിയാണ്, ഇത് 40 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ ഗോയിങ് ടു ബി? ദാറ്റ് ആംഗിൾ വിൽ ബി 180. അതായത് ഇപ്പോൾ അവിടെ ഞാനിപ്പോൾ ഒരു വാല്യൂ ഇടണ്ട. EPH. വാട്ട് ഈസ് ആംഗിൾ EPH? അതൊരു ട്രയാങ്കിളിനകത്തുള്ള ആംഗിൾസ് ആയതുകൊണ്ട് ക്യാൻ ബി റൈറ്റ് ആസ് 180 - 40 + 110, which is going to be 180 - 150, that is going to be 30 degree. എത്രയാണ്? ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? അത് 30 ഡിഗ്രിയാണ്. ഇനി ഇതൊരു പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും പാരലൽ ആണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി തന്നെ ആയിരിക്കത്തില്ല ഇസഡിൻ്റെ വാല്യൂ? അതെ. കാരണം എന്താ?
alternate interior angles. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Z എന്ന് പറയുന്നത് 30ക്ക് ഈക്വൽ ആണ്. റീസൺ alternate interior angles AIA. In short we can write it as alternate interior angles and say it as AIA. So Z കിട്ടി. ഇനി Y കണ്ടുപിടിക്കണം. ഈ ഇസഡും ഈ 110ഉം വൈയും ഇത് മൂന്നും എന്തിൽ, അല്ലെങ്കിൽ വൈ നമുക്ക് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഈ രണ്ട് സൈഡും പാരലൽ ആണല്ലോ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ y 40 ഈക്വൽ അല്ലേ? സെയിം റീസൺ എന്താണ്? alternate interior angles. So y is also equal to 40, that is alternate interior angles. So x കിട്ടി 110, yയും അതുപോലെ z നമുക്ക് കിട്ടി. പ്രോപ്പർട്ടീസ് അവിടെ എഴുതുക, ബ്രാക്കറ്റിൽ നിങ്ങളുടെ യൂസ് ചെയ്ത പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ എഴുതി കാണിക്കണം. ക്ലിയർ? സോ ദാറ്റ്സ് ഹൗ വി ഗെറ്റ് ദിസ് എക്സ് വൈ ആൻഡ് സെഡ്. സോ അടുത്തതാണ് സ്പെഷ്യൽ പാരലോഗ്രാംസിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ ആദ്യം നമുക്കുള്ളത് റോംബസ് ആണ്. അപ്പോൾ ഒരു പാരലോഗ്രത്തിനകത്ത്, ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ടേക്ക് എ പാരലോഗ്രാം, അപ്പോൾ ABCD എന്ന് പറയുന്ന ഈ ഒരു പാരലോഗ്രത്തിനകത്ത് ഞാൻ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് എടുക്കുക, എല്ലാ സൈഡും ഈക്വലാണ്. ഓക്കെ, അപ്പോൾ ABCD ഒരു പാരലോഗ്രാം ആണ്, 4 സൈഡും AB is equal to BC is equal to CD is equal to AD. ഇഫ് ഓൾ ദ 4 സൈഡ്സ് ആർ ഈക്വൽ, 4 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? ABCD ഒരു റോംബസ് ആണ്. ABCD is going to be called as a rhombus. റോംബസിന്റെ പ്രത്യേകത ഏതാണ്? റോംബസിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയിലാണ്. സോ ഇത് O എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, if this point is O, diagonals of a rhombus, റോംബസിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഡയഗണൽസ് ഓഫ് റോംബസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബൈസെക്ട് എന്ന് തന്നെ എടുത്ത് പറയുക. ഓക്കെ, സോ ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് അറ്റ് ഹൗ മച്ച്? ബൈസെക്ട് അറ്റ് 90 ഡിഗ്രി, അല്ലെങ്കിൽ ബൈസെക്ട് അറ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ എന്നും പറയാം. ഓക്കെ, ഇതാണ് റോംബസിന്റെ പ്രത്യേകത. അപ്പോൾ ഇനി ഈ ഡയഗണൽ D1ഉം ഈ ഡയഗണൽ D2 ആണെങ്കിൽ ഏരിയ ഓഫ് എ റോംബസ് എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ ഓഫ് റോംബസ് അതുകൂടെ ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഏരിയ ഓഫ് റോംബസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഹാഫ് D1 D2 ചെയ്താൽ എന്ത് കിട്ടും? ഏരിയ ഓഫ് റോംബസ് കിട്ടും. D1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡയഗണൽ, D2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡയഗണൽ. അപ്പോൾ ഇത് ആണ് റോംബസിലെ പ്രോപ്പർട്ടീസ്. റോംബസിൽ ആംഗിൾസ് ഈക്വൽ അല്ല, പക്ഷേ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. ശ്രദ്ധിക്കുക, ആംഗിൾസ് അല്ല, എല്ലാ സൈഡുകളുമാണ് ഈക്വൽ. ക്ലിയർ? സോ അടുത്തത് റെക്ടാങ്കിൾ ആണ്. ഒരു പാരലോഗ്രത്തിൽ ഞാൻ എന്താണ്, എല്ലാ ആംഗിൾസിനെ 90 ആക്കി, എല്ലാ ആംഗിൾസും ഈക്വൽ ആക്കി. സൈഡ് ഈക്വൽ അല്ല, ഇവിടെ എന്താണ്? ആംഗിൾസ് ആണ് ഈക്വൽ. അപ്പോൾ ഒരു പാരലോഗ്രത്തിൽ എല്ലാ സൈഡ്സ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D എത്രയാണ്? എല്ലാം 90 ഡിഗ്രി ഈക്വൽ ആണെങ്കിൽ ABCD എന്തെന്ന് വിളിക്കാം? ABCD ക്യാൻ ബി കോൾഡ് ആസ് എ റെക്ടാങ്കിൾ. എന്തെന്ന് വിളിക്കാം? ഒരു റെക്ടാങ്കിൾ എന്ന് വിളിക്കാം. ഇനി ഈ റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇത് ഈക്വൽ ആണ്, എല്ലാ സൈഡും ഈക്വൽ അല്ല, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഇനി ഡയഗണലിന്റെ കാര്യത്തിലോ? ഡയഗണലും ഈക്വൽ ആണ്. ഡയഗണൽസ് ആർ ഈക്വൽ. ഒരു റെക്ടാങ്കിളിന്റെ കാര്യത്തിൽ ഡയഗണൽസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബൈസെക്ട് ചെയ്യും, പക്ഷെ ബൈസെക്ട് ചെയ്യുന്നത് 90 ഡിഗ്രിയിലല്ല. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ഒന്നും അല്ല കേട്ടോ. ബൈസെക്ട് ചെയ്യും, പക്ഷേ എന്തിലല്ല? പെർപെൻഡിക്കുലർ ആയിട്ടല്ല ബൈസെക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ക്ലിയർ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്? സ്ക്വയർ. ഇപ്പോൾ സ്ക്വയറിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, ആദ്യമേ ഞാൻ പറഞ്ഞത്. എന്താണ് സ്ക്വയർ? ഒരു പാരലോഗ്രത്തിലെ 4 സൈഡും ഈക്വൽ, 4 ആംഗിൾസും ഈക്വൽ. അപ്പോൾ ഈ 4 സൈഡും ഈക്വൽ ആണ്, ഈ 4 ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇപ്പോൾ AB BCക്കും CDക്കും ADക്കും ഈക്വൽ, അതുപോലെ ആംഗിൾ A ആംഗിൾ Bക്കും ആംഗിൾ Cക്കും ആംഗിൾ Dക്കും ഈക്വൽ. എത്രയായിരുന്നു? 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അങ്ങനെ 4 സൈഡും 4 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ABCD എന്താണ്? സ്ക്വയർ ആണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 ഡയഗണൽ വരച്ചാൽ ഡയഗണൽസും ഈക്വൽ ആണ്. അതായത് AC എന്തിന് ഈക്വൽ ആണ്? BDക്ക് ഈക്വൽ ആണ്. ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. AC ആൻഡ് BD ആർ ഗോയിങ് ടു ബി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ACയും BD എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്തുണ്ട്. സ്ക്വയറും റോംബസും പിന്നീട് നമ്മൾ നോക്കി റെക്ടാങ്കിളും. ക്ലിയർ? ഇതെല്ലാം സ്പെഷ്യൽ പാരലോഗ്രാഫ്സിനകത്ത് വരുന്നതാണ് കേട്ടോ. സോ ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് പറഞ്ഞിരിക്കുന്നത്. ഓൾ റെക്ടാങ്കിൾസ് ആർ സ്ക്വയർ. എല്ലാ റെക്ടാങ്കിൾസും സ്ക്വയർ ആണോ? അല്ല. എല്ലാ സ്ക്വയറുകളും റെക്ടാങ്കിൾ ആണ്, പക്ഷേ എല്ലാ റെക്ടാങ്കിളും എന്തല്ല? സ്ക്വയർ അല്ല. കാരണം റെക്ടാങ്കിളിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് ഈക്വൽ. സ്ക്വയറിൽ പക്ഷേ എല്ലാ സൈഡും ഈക്വൽ ഉണ്ട്. അപ്പോൾ എല്ലാ റെക്ടാങ്കിളിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റത്തില്ല? സ്ക്വയർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഓൾ കൈറ്റ്സ് ആർ റോംബസസ്. എല്ലാ കൈറ്റും റോംബസ് ആണോ? കൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 അഡ്ജസൻറ്റ് സൈഡാണ് ഈക്വൽ. മുകളിലത്തതും താഴത്തതുമാണ് ഈക്വൽ. പക്ഷേ റോംബസിൻ്റെ കാര്യത്തിൽ എല്ലാ സൈഡുകളും ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ കൈറ്റും റോംബസ് ആണോ? അല്ല, അതും ഫോൾസ് ആണ്. അടുത്തത്, ഓൾ റോംബസസ് ആർ പാരലോഗ്രാം. എല്ലാ റോംബസും പാരലോഗ്രാം ആണോ? റോംബസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 സൈഡ് ഈക്വൽ ആണ്. ഇനി 4 സൈഡ് ഈക്വൽ ആണെങ്കിൽ റോംബസിനെ നമുക്കറിയാം അത് സ്പെഷ്യൽ പാരലോഗ്രാം കൂടിയാണ്. അപ്പോൾ എല്ലാ റോംബസും എന്താണ്? പാരലോഗ്രാം തന്നെയാണോ? അതെ, അത് തന്നെയാണ്.
ഇറ്റ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ റോംബസസ് ആർ കൈറ്റ്സ്. റോംബസിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ 4 സൈഡ് ഈക്വലാണ്. കൈറ്റ്സിൻ്റെ പ്രത്യേകത ഓപ്പോസിറ്റ് അല്ല, അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വലാണ്. ഇനി ഈ അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആവുന്ന കൈറ്റ് ഈ മൊത്തം എല്ലാ താഴത്തെ സൈഡും അതുപോലെ മുകളത്തെ സൈഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയാലും അതിന് എന്തെന്ന് വിളിക്കാം? തിരിച്ച് റോംബസ് എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ എല്ലാ റോംബസിനെയും എന്തെന്ന് വിളിക്കാം? കൈറ്റ് എന്ന് വിളിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കൈറ്റും റോംബസ് അല്ല, പക്ഷേ എല്ലാ റോംബസും എന്താണ്? ഒരു കൈറ്റാണ്. സോ അതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾ സ്ക്വയേഴ്സ് ആർ റോംബസസ് ആൻഡ് ഓൾസോ റെക്ടാങ്കിൾസ്. എല്ലാ സ്ക്വയറും റോംബസ് ആണോ? അതെ, കാരണം സ്ക്വയറിൽ എല്ലാ സൈഡ് ഈക്വല, റോംബസിലും എല്ലാ സൈഡ് ഈക്വല. ഇനി ഓൾ സ്ക്വയേഴ്സ് ആർ റെക്ടാങ്കിൾസ്. ഒരു സ്ക്വയറിലെ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്, റെക്ടാങ്കിൾ എല്ലാ ആംഗിളും 90 ഡിഗ്രിയാണ്. സോ അതും ട്രൂ ആണ്. സോ ആ 2 സ്റ്റേറ്റ്മെൻറ്റും അവിടെ ഒരുമിച്ച് ട്രൂ ആണ്. ഓൾ പാരലലോഗ്രംസ് ആർ ട്രപ്പീസിയം. എല്ലാ പാരലലോഗ്രവും ട്രപ്പീസിയം ആണോ? അതെ, എല്ലാ പാരലോഗ്രവും ഒരു ട്രപ്പീസിയമാണ്. കാരണം പാരലോഗ്രത്തിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണ്, ട്രപ്പീസിയത്തിൽ ഒരു പെയർ മാത്രം പാരലാവും, മുകളിലത്തെ താഴത്തെ അല്ലെങ്കിൽ സൈഡിലത്തെ. അല്ലാതെ എല്ലാ സൈഡും പാരലാവണമെന്ന് ട്രപ്പീസിയത്തിന് നിർബന്ധമില്ല. പക്ഷേ പാരലോഗ്രത്തിനകത്ത് എല്ലാ സൈഡും അങ്ങോട്ടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരലായതുകൊണ്ട് നമുക്ക് എന്തും പറയാം? ഒരു പാരലലോഗ്രത്തിനെ ഒരു ട്രപ്പീസിയം എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. സോ ദാറ്റ് ഇസ് ഓൾസോ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓൾ സ്ക്വയേഴ്സ് ആർ നോട്ട് പാരലോഗ്രംസ്. തെറ്റാണ്. കാരണം പാരലോഗ്രത്തിൻ്റെ സ്പെഷ്യൽ കേസാണ് സ്ക്വയർ എന്ന് പഠിച്ചത് നിങ്ങൾ, അല്ലേ? അപ്പോൾ ഓൾ സ്ക്വയേഴ്സ് ആർ നോട്ട് പാരലോഗ്രംസ് എന്ന് എഴുതിയാൽ ദാറ്റ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഓൾ സ്ക്വയേഴ്സ് ആർ ഗോയിങ് ടു ബി പാരലോഗ്രംസ്. ഓൾ സ്ക്വയേഴ്സ് ആർ ട്രപ്പീസിയംസ്. ട്രൂ. കാരണം സ്ക്വയറിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരൽ വരുന്നുള്ളൂ, ട്രപ്പീസിയത്തിൽ ഒരു പെയർ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾ സ്ക്വയേഴ്സ് ആർ ട്രപ്പീസിയംസ് എന്ന് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ? സോ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത്. ഏതൊക്കെയാണ്? പോളിഗൺ എന്താണ് പഠിച്ചു, അതിൽ കോൺവെക്സും കോൺകേവും നമ്മൾ നോക്കി, റെഗുലറും ഇറഗുലറും നോക്കി, എക്സ്റ്റീരിയർ ആംഗിൾസ് പഠിച്ചു, അതിൻ്റെ സമ്മ് നോക്കി, അത് സൈഡ്സുമായിട്ടുള്ള റിലേഷൻ 360/n ആണെന്ന് പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് നോക്കി, കൈറ്റ്, അതുപോലെ തന്നെ ട്രപ്പീസിയം, അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കി. പാരലോഗ്രംസ് പഠിച്ചു. ഇനി ആ പാരലോഗ്രാംസ് തന്നെ സ്പെഷ്യൽ പാരലോഗ്രംസ് ആയ റോംബസും, അത് കഴിഞ്ഞ് സ്ക്വയർ പഠിച്ചു, അത് കഴിഞ്ഞ് റെക്ടാങ്കിൾ പഠിച്ചു. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്, അവിടുത്തെ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി. പിന്നെ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. സോ ഈ ഒരു സെഷനിൽ ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ഇനി വരുന്ന വീഡിയോസിൽ ഇതേപോലെ അടുത്ത ടോപ്പിക്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതുപോലെ തന്നെ നിങ്ങൾ മറക്കാതെ മനോരമ ഹൊറൈസൻ്റെ ഈ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, സോ അണ്ടിൽ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ, ഹാവ് എ നൈസ് ഡേ. Manorama Horizon. Learning made simple.